ത്രിപുരയിൽ നിന്നുള്ള ചില പ്രതിനിധികളെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്തെന്നാൽ അവർക്ക് അവരുടെ ഈ നാട്ടിലൊരു കൊടിവെക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവർ പറയുന്നത് പോലീസ് അത് കേന്ദ്ര സർക്കാരിൻ്റെ, പട്ടാളം കേന്ദ്ര സർക്കാരിൻ്റെ, സർവോപരി എല്ലാ മുക്കിലും മൂലയിലും RSSന്റെ വളരെ സജീവമായി ഗുണ്ടായിസം. ഇതിനെ എങ്ങനെ ചെറുക്കും? ഇതിന് ഇക്കാര്യം പാർട്ടി കോൺഗ്രസിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ത്രിപുരയിൽ നിന്ന് വന്ന സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുമുമ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മണി സർക്കാരിന് തൻ്റെ മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം മർദ്ദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതുപോലെയോ ഇതിലും ഭീകരമായതോ ആയ സാഹചര്യമാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിൻ്റെ സിദ്ധാർത്ഥ ശങ്കറയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ 1972 മുതൽ നിലനിന്നിരുന്നത്. വളരെ മഴയത്ത് വളരെ ചുരുക്കിയാണ് ഞാൻ സംസാരിച്ചതെങ്കിലും അതിനിടയ്ക്ക് ഞാൻ അക്കാര്യം പരാമർശിക്കുകയുണ്ടായി. ക്ഷമാപൂർവം ഈ ആക്രമണങ്ങൾ സഹിച്ചും അതിനെ കഴിയുന്നിടത്ത് ചെറുത്തും ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ, ക്ഷമാപൂർവം പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവും. ഈ അക്രമാസക്തമായ അർദ്ധഫാസിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരായിട്ട് ബഹുഭൂരിപക്ഷം ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞ അനുഭവം പശ്ചിമ ബംഗാളിലുണ്ട്. അതെ, അതുപോലെ ഇപ്പം അവിടുന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് എത്തിയിട്ടുള്ള മീനാക്ഷി എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. നമ്മുടെ മീനാക്ഷിയാണ്. ചെറുപ്പക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും വളരെ സ്വീകാര്യതയുള്ളൊരു നേതാവാണ്. മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പാർട്ടി കമ്മിറ്റി പുതിയ തലമുറയിൽപ്പെട്ടവരെ വലിയ തോതിൽ ഈ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് സമരത്തിലേക്ക് അണിനിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ ബംഗാളിലും ത്രിപുരയിലും ഈ അതിക്രമങ്ങളെ മറികടക്കാനുള്ള ജനകീയ ശക്തി, CPIMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശക്തി ഉയർന്നു വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭാപ്തി. അത് ശരിയാണ്. ബംഗാളിൻ്റെയും ത്രിപുരയുടെയും കാര്യത്തിൽ ശരി, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന് തന്നെ പറയും. പക്ഷേ നമ്മൾ ഉത്തർപ്രദേശ്, ഒരു കാലത്ത് അവിടെ MLA-മാരുണ്ടായിരുന്നു, MP-മാരുണ്ടായിരുന്നു. ബീഹാറിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷം. ഗുജറാത്തിൽ, ഹിമാചൽ പ്രദേശിൽ, ഇങ്ങനെയുള്ള ഛത്തീസ്ഗഡിൽ, ജാർഖണ്ഡിൽ, ഈ പ്രദേശങ്ങളിലെല്ലാം പാർട്ടിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാതെ എങ്ങനെ ഈ വർഗീയതയെയും നവ ഉദാരവൽക്കരണങ്ങളെയും ചെറുക്കാൻ സാധിക്കും? ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റിയും PBയും പാർട്ടി കോൺഗ്രസും ചർച്ച ചെയ്തിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, 2 നിലയിലുള്ള പ്രവർത്തന പദ്ധതികളും സമര പദ്ധതികളും വികസിപ്പിക്കാൻ സമയമെടുത്ത് സംസ്ഥാന നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങാനാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഓരോ പ്രദേശത്തും ഒരു ഹ്രസ്വകാല പദ്ധതി വേണം. പെട്ടെന്ന് തന്നെ ജനങ്ങളെ അണിനിരത്താനുള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ, ഇങ്ങനെയുള്ള പല സമരങ്ങളും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. ഇപ്പം നാസിക്കിൽ നിന്ന് ബോംബെയിലേക്ക് നടന്ന കർഷകരുടെ സമരം, രാജസ്ഥാനിൽ ന്യായമായ കോമ്പൻസേഷൻ കിട്ടാതെ പോയ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ പ്രയാസങ്ങളുണ്ടായിരുന്നവർക്ക് വളരെ തൃപ്തികരമായ വിധത്തിൽ ആ പ്രശ്നങ്ങൾ സമരത്തിലൂടെയും ഇടപെടലിലൂടെയും പരിഹരിക്കാൻ കഴിഞ്ഞ അനുഭവമുണ്ട്. കർണാടകയിൽ വലിയ ചില വ്യവസായ പദ്ധതികൾ വരുന്ന സ്ഥലത്ത് തുച്ഛമായ കോമ്പൻസേഷൻ മാത്രം കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത കേസുകൾ അവിടുത്തെ പാർട്ടിയും ട്രേഡ് യൂണിയനും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, പാർട്ടിയിലും ട്രേഡ് യൂണിയനും ഉള്ള ജനങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ കെടുതി അനുഭവിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ അനുഭവമുണ്ട്. IT കമ്പനികളിലൊന്നും യൂണിയനുകൾ പാടില്ല എന്നുള്ളതാണ് പൊതുവിൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടുള്ളതെന്നുള്ളതാണ് ഒരു സങ്കല്പം. പക്ഷേ തമിഴ്നാട്ടിൽ CITUവിൻ്റെ യൂണിയൻ സാംസങ് ഫാക്ടറിയിൽ ഉണ്ടാവുകയും അതിന് ആ സംസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. ആ പ്രശ്നത്തിൽ CITU യൂണിയൻ ശക്തമായ നിലപാടെടുത്തു. പങ്കെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. തെലങ്കാനയിൽ നടന്ന വീട് വെക്കാനുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ദീർഘമായ സമരവും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് വെക്കാനുള്ള ഇടം നേടിയെടുക്കാൻ കഴിഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാമായി എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചുകൂടാ. പക്ഷേ പെട്ടെന്ന് ഒരു പോരാട്ടത്തിലൂടെ, ലോക്കൽ സ്ട്രഗിളുകൾ, പ്രാദേശിക സമരങ്ങളിലൂടെ ജനങ്ങൾക്ക് ഇത്തരം സമരങ്ങളിലൂടെ താൽക്കാലികമായി അനുഭവപ്പെടുന്ന ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. അതോടൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ ക്ഷമാപൂർവ്വം, പെട്ടെന്ന് ഫലമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും
ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ക്ഷമാപൂർവമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഗ്രാമീണ ദരിദ്രർ, നഗരങ്ങളിലെ ദരിദ്രർ, പണിയെടുക്കുന്നവർ, പണിയില്ലാത്ത ചെറുപ്പക്കാർ, ഇവർക്ക് ആശ്രയിക്കാവുന്ന പ്രസ്ഥാനം ഏതാണ്? ഇടതുപക്ഷം മാത്രമാണ്. 76 പാർട്ടി മെമ്പർമാരിൽ 76% പേരും അടിസ്ഥാന വർഗത്തിലുള്ളവരാണ് എന്നാണ്. അവരെ കർമ്മോന്മുഖരാക്കി അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും ചെങ്കൊടിക്കൊപ്പം വന്നിട്ടില്ലാത്തവരെ സമീപിച്ച് അവരെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ക്ഷമാപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തണം. 4 പേരുമായിട്ടാണ് കേരളത്തിലെ പാർട്ടി ഘടകം ഉണ്ടായത്. കൃഷ്ണപിള്ളയും EMS-ഉം കെ ദാമോദരനും MC ശേഖറും. ഇത് ഞങ്ങൾ ഇപ്പം 1000, 2000, 5000, 10000 ഒക്കെ മെമ്പർഷിപ്പുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പാർട്ടി ഓഫീസെല്ലാം കേന്ദ്രീകരിച്ചിരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങൾക്കിടയിലേക്ക് പോയിട്ടുള്ള പ്രവർത്തനം വേണം. അത് 1-2 ദിവസം പോയാൽ പോരാ. സ്ഥിരമായി വിഷമമനുഭവിക്കുന്ന ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തണം. അങ്ങനെ പ്രവർത്തിച്ചാൽ സ്ഥിതിഗതികൾക്ക് മാറ്റം ഉണ്ടാവും. ലെനിൻ്റെ വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷ പകരുന്ന വലിയ ചലനങ്ങളൊന്നും കൂടാത്ത ദശകങ്ങൾ കടന്നുപോയെന്ന് വരാം. ചിലപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന വമ്പിച്ച ബഹുജന മുന്നേറ്റങ്ങളുണ്ടായെന്നും വരും. ഇത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവപ്പെട്ടതാണ്. അതിന് സമാനമായൊരു അനുഭവം തൊട്ട് അയൽരാജ്യമായ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു. 4 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന അനുര കുമാര ദിസ്നായകയുടെ പാർട്ടി, ജനതാ വിമുക്തി പെരുമന എന്നാണ് പേരെങ്കിലും ഒരു നാഷണൽ പീപ്പിൾസ് പവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശാലമായ വേദി അവരുണ്ടാക്കി. നമ്മളിവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുന്നത് പാർട്ടി കോൺഗ്രസുകൾ നടന്നപ്പോൾ അവരുടെ പ്രതിനിധികളെല്ലാം വരാറുണ്ടായിരുന്നു. കൊച്ചിയിൽ വെച്ച് നടന്ന 2017 നടന്ന റഷ്യൻ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സെമിനാർ, ആ സെമിനാറിൽ JVP-യുടെ പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പം ആ പാർട്ടി ഇപ്പോൾ 4/3 ഭൂരിപക്ഷം പാർലമെന്റിലുള്ള പാർട്ടിയാണ്. ആദ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു, ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ അവിടുത്തെ ജനപ്രതിനിധി സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. ദിസ്തായയുടെ വിജയത്തെക്കുറിച്ചെല്ലാം ഞാൻ ചില യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ലേഖനം എഴുതുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അലസകാവി ഇനി പാർലമെന്റ് ഇലക്ഷൻ നടക്കാൻ പോകുന്നില്ലേ അവിടെ, അപ്പോൾ എന്ത് സംഭവിക്കും? ദിസ്നായക ജയിച്ചതുപോലുള്ള ചില അനുഭവങ്ങൾ സംഭവിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതുപോലൊരു തകർപ്പൻ വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ ജനങ്ങൾ തയ്യാറാണ്, അവരെ വേണ്ടതുപോലെ നേപ്പാളിലെ കാര്യം പറഞ്ഞു. അപ്പം കേരളത്തിലെ തുടർഭരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. പിന്നെ എല്ലാവരും എതിർത്തിട്ടും ജമ്മു കാശ്മീരിൽ താരിഗാമി ഒരു സീറ്റിലാണെങ്കിലും BJP ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ പരാജയപ്പെടുത്തി, ഏറ്റവും വിചിത്രമായ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ഇവരെല്ലാം എല്ലാ തരത്തിലുള്ള വർഗീയവാദികളും പ്രതിലോമ ശക്തികളും ഭയപ്പെടുന്ന ഇടതുപക്ഷത്തെയാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു അപ്രഖ്യാപിതമായ കൂട്ടുകെട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത് എല്ലാ പിന്തിരിപ്പന്മാരും മെറ്റർണിക്കും പോപ്പും സാർ ചക്രവർത്തിയും എല്ലാം കമ്മ്യൂണിസ്റ്റ് ഭൂതത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് യൂറോപ്പിൽ. അതിന് സമാനമായി ഇടതുപക്ഷം വളരുന്ന സ്ഥലങ്ങളിലെല്ലാം വിപുലമായ പ്രതിവിപ്ലവ ശക്തികളുടെ കൂട്ടായ്മ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിൽ ഭാവനാപൂർണമായി ഇടപെടാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയണം. അതിന് കഴിഞ്ഞേ തീരൂ എന്ന ഒരു നിലയിലാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളും സഖാക്കളും ചർച്ചയിൽ പങ്കെടുത്തത്. അത് വലിയ ഊർജ്ജമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 3 വർഷം കൊണ്ടെല്ലാം മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മാറ്റത്തിൻ്റെ ചുവടുകൾ വയ്ക്കാൻ മുമ്പെന്നത്തെക്കാളും വേഗതയിലും മുമ്പെന്നത്തെക്കാളും വ്യക്തതയോടുകൂടിയും ചുവടുകൾ വെക്കാൻ CPIM-ന് കഴിയും എന്നാണ്